ഓം നമ ശിവായ. അപ്പോൾ ഈ സൂര്യവംശവും ചന്ദ്രവംശവും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ യോഗ പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു ശരീരം, അതിന്റെ ചിത്രം നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിലൊരു സൈഡിൽ ചന്ദ്രന്റെയും ഒരു സൈഡിൽ സൂര്യന്റെയും ചിത്രം വരയ്ക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇടയെയും പിങ്കളെയും നമ്മൾ സൂര്യനും ചന്ദ്രനുമായിട്ട് നമ്മൾ കാണാറുണ്ട്. ശിവനും വിഷ്ണുവായിട്ട് കാണാറുണ്ട്. ശിവനും പാർവതിയായിട്ടും കാണാം. അതെ 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 അതെ. അയ്യപ്പൻ അങ്ങനെ ഇതായിട്ട് പറയുന്നുണ്ടല്ലോ, ഇടാപിങ്കള സംഗമം എന്ന് പറയുന്നുണ്ട്, അർദ്ധനാരീശ്വരൻ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എവിടെയോ വായിച്ചൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ കാണുന്ന സൂര്യനും നമ്മൾ കാണുന്ന ചന്ദ്രനും അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന സൂര്യനും ചന്ദ്രനും അല്ല, ഒരിക്കലും. അപ്പൊ അതൊന്ന് വിശദീകരിച്ച് പറയാം. കാരണം അതുകൊണ്ടാണ് പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ. എസ്പെഷ്യലി അങ്ങ് പറഞ്ഞൊരു കാര്യത്തിൽ ഈ മെക്കാളയൊക്കെ ചെയ്തൊരു വലിയ കാര്യമുണ്ട്. അതായത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് തകർക്കുക എന്ന് പറയുന്നതായിരുന്നു അവരുടെ സിസ്റ്റം. അപ്പൊ നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത്, ഇപ്പൊ നമ്മുടെ സ്വഭാവം മാറ്റാനാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾ സ്വഭാവത്തിലേക്ക് പോവുക, സ്വപ്രത്യേക സ്ഥൈര്യം ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ദുര്യോധനൻ ഇത്രയും അധർമ്മിയായിരുന്നിട്ട് അദ്ദേഹത്തിന് സ്വർഗം പ്രാപിക്കാൻ സാധിച്ചത്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ട്, ദൃഷ്ടാന്തങ്ങളായിട്ടുണ്ടെങ്കിലും നമ്മളൊരാളുടെ സ്വഭാവത്തിനെ മാറ്റിയിട്ട് വേറൊന്നിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും ഈ ഒരു ഇതിനെ കുറിച്ചുള്ള നമ്മുടെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്? യഥാർത്ഥ സൂര്യനെയും ചന്ദ്രനെയും നമുക്കറിയില്ല. അതെ, അത് നാമാണ്. അതെ. അപ്പോൾ ആണെങ്കിൽ പോലും ആ സൂര്യചന്ദ്ര നാഡികൾക്ക് അല്ലെങ്കിൽ ചലനത്തിനപ്പുറത്തേക്കുള്ള അഗ്നിനാഡിയിലേക്കുള്ള ശ്രമമാണ് യോഗം. ഇടകല, വലകല, സമകല എന്ന് പറയുന്നു. അതായത് സോളാറും ലൂണാറും എന്ന് പറയുന്നത് അഗ്നിയുടെ തന്നെ രണ്ട് ഭാവങ്ങളാണ്. ഇപ്പോ കഠോപനിഷത്തിൽ അതാണ് പറയുന്നത്. നചികേതസ് എന്ന് പറയുന്ന ബാലൻ മരണത്തെ അന്വേഷിച്ചു പോകുന്നതായിട്ടാണ് ഈ കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് അവിടെ ഒരെണ്ണം പറയുന്നുണ്ട്, നാചികേതോ മരണം മാനുപ്രാക്ഷി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ നമ്മൾ കൺഫ്യൂഷൻ ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ മനുഷ്യൻ അവിടെ സത്യത്തിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. അതെ അതെ. കാരണം നമുക്ക് സംശയങ്ങളുണ്ടെങ്കിലേ സത്യം തെളിയുള്ളൂ. രോഗമില്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി വരുമോ? ഇല്ല. അപ്പോൾ ഒരു സംശയം നമുക്ക് ഉണ്ടാകേണ്ടത് മനസ്സിന്റെ ഭാവമാണ്. മനസ്സിന്റെ സ്വഭാവം എന്താ? മിസ്റ്ററിയാണ്, അത് നിഗൂഢതയാണ്. ആ മനസ്സ് നിഗൂഢമാണെന്ന് മനസ്സിലാകുമ്പോഴാണ് എനിക്ക് മനസ്സിനപ്പുറം പോകണം എന്ന ചിന്ത വരുന്നത്. അങ്ങനെയാണ് മനനം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏതോ രണ്ട് ഊർജത്തെയാണ്. ആ സൂര്യന് ചൂടും, അവരാണല്ലോ ദേവതകളായിട്ടും പറയുന്നത്. സൂര്യദേവനും ചന്ദ്രദേവനും എന്ന് പറയുന്നത് അതിപ്പോ ഈ കാണുന്നതാണ്, നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നതാണ് ദേവത. എന്നാൽ ഈ മെറ്റീരിയൽ ഫോമിന് അപ്പുറത്തേക്ക് പോകുന്ന അനന്തതയാണ് സത്യം. അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ബാക്കി ഇപ്പൊ ശിവൻ പോലും ഒരു ദേവതയാണ്. എന്നാൽ ശിവൻ ആരെയാ തപസ് ചെയ്യുന്നത്? ശിവ ആള് മിക്കവാറും തപസ്സിലാണ്. ഈ കക്ഷി ആരെയാ തപസ് ചെയ്യുന്നത്? പുള്ളിക്കൊരു സ്വരൂപമുണ്ട്. അതൊരു പ്രപഞ്ച രൂപമാണെങ്കിലും പുള്ളി പറയുന്നു, ഞാൻ ശക്തിയാണ് ഉപാസിക്കുന്നത്. ശക്തിക്ക് ഒരു ഭാവമില്ല, രൂപമില്ല. അപ്പൊ ഇവിടെയൊക്കെയാണ് മിസ്റ്ററി വരുന്നത്. ഈ ചോദ്യം വരുന്നത് എവിടെയാണ്? മനസ്സിലാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. എന്നിട്ട് നമ്മളിപ്പോ ശക്തിക്ക് രൂപം കൊടുത്തു, പൊട്ടും മാലയും കമ്മലും സാരിയെ കൊടുത്തു, ശിവനോട് കല്യാണം കഴിപ്പിച്ചു. അതാണ് മനസ്സിന്റെ പരിമിതി. അതാണ്. അപ്പൊ ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യം യഥാർത്ഥത്തില് സൂര്യനും ചന്ദ്രനും ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പ്രപഞ്ചത്തിന്റെ ഉദയം ഈ രണ്ട് ശക്തികളിലൂടെയാണ്, ചൂടും തണുപ്പും. അതിന് ഒരു പ്രപഞ്ചഭാവം കൊടുത്താൽ, ഒരു രൂപം സൈസ് കൊടുത്താൽ അത് വേണമെങ്കിൽ, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം കൊടുത്താൽ അതൊരു സൂര്യനെയും ചന്ദ്രനെയും പറയാം. എന്നാൽ ഈ സൂര്യനും ചന്ദ്രനും ഉൾപ്പെട്ട ഈ സോളാർ സിസ്റ്റം ഒരു ബിന്ദുവാണ് പ്രപഞ്ചത്തിന്റെ മുന്നിൽ. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ സൂര്യനും ചന്ദ്രനും ഉൾപ്പെട്ട സോളാർ സിസ്റ്റം ഒരു കണികയാണെങ്കിൽ ആ കണിക ഏത് സിസ്റ്റത്തിന്റെ ഭാഗമാണ്? ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു കോശം എടുത്താൽ ആ കോശത്തിന് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഒരു നിലനിൽപ്പുണ്ട്. ഇറ്റ് ക്യാൻ സസ്റ്റെയിൻ ആസ് എ ഹോൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, പഠനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ട്രില്യൺ കോശങ്ങളാണ് ഈ വ്യക്തി? ആ വ്യക്തിയിൽ ഒരു ഇളാപിംഗള നാഡി ഉണ്ടല്ലോ. ഈ കോശത്തിലും ഉണ്ട് ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിലും ഉണ്ട് ഒരു ഇളാപിംഗള നാഡി. അപ്പൊ ഇതിൽ ഏത് ഇളാപിംഗള നാഡിയെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്? അപ്പൊ ഇത് ചിന്തിച്ചാൽ ഒരിക്കലും നമ്മൾ എങ്ങും എത്തില്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറഞ്ഞത്,
അപ്പൊ നചികേതസിലൂടെ പറഞ്ഞത് നിങ്ങൾ അന്വേഷിക്കും ഉപാധികളില്ലാതെ. ആരെയാ അന്വേഷിക്കേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭയക്കുന്നത് ആരെയാണ്? മരണത്തെ. ജനിച്ചു മരിക്കാൻ സ്വന്തം ഇഷ്ടത്തിൽ മരിക്കുന്നവർ വളരെ കുറവാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ടാകാം. രോഗപീഠ കൊണ്ട് ഇനി ഇത് വയ്യ സഹിക്കാൻ പൊക്കളയാമെന്ന് ധരിക്കാം. അല്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചിരിക്കുന്നവൻ മരിക്കാനൊന്നും ആഗ്രഹിക്കില്ല. പിന്നെ ചിലർ വാചകം ഒഴിക്കും എനിക്ക് മരിക്കാൻ ഓക്കെ, അത് അവർക്ക് വിട്ടുകൊടുക്കാം. അപ്പൊ രണ്ടായാലും ഈ നാം ഭയക്കുന്ന ആ തത്വത്തെ അന്വേഷിക്കുക. അത് ജീവിതത്തിന്റെ രണ്ട് എൻഡിൽ, ഒരെൻഡ് ജനനവും ഒരെൻഡ് മരണവും. ജനിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഒരു സാധ്യതയില്ല. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു സാധ്യത ബോധത്തോടി മരിക്കാം, മരണം എന്തെന്നറിയാം. അതാണ് നചികേതസ് അന്വേഷിച്ചു പോകുന്നത്. മരണദേവൻ എന്ന് പറഞ്ഞാൽ മരണത്തെ വെളിവാക്കുന്നത്. ദൈവം എന്ന വാക്കിന്റെ അർത്ഥം ദ്യോതിപ്പിക്കുന്നത് അർത്ഥമുള്ളൂ. അല്ലാതെ ഋതുരാഷ്ട്രമായിട്ട് ശൂലം പിടിച്ച് നിൽക്കുന്ന ആളല്ല ദൈവം. ദ്യോതിപ്പിക്കുന്നത് എന്തോ ദൈവം. ഇരുട്ടിനെ മാറ്റി വെളിച്ചം തരുന്നതാണ് ദൈവം. അതാണ് ദിയ എന്ന വാക്ക് പോലെ ഉണ്ടായത്, ദീപം. അപ്പോ ആ ദേവനെ, മരണത്തെ വെളിവാക്കി തരുന്ന ആ തത്വത്തെ അന്വേഷിച്ചു പോകുന്നതാണ് നചികേതസ്. ആ നാം ഓരോരുത്തരുടെ അന്വേഷണ ബുദ്ധിയാണ്. അങ്ങനെ അന്വേഷിച്ച ഒടുവിൽ ഈ തത്വത്തെ ഒരു സംവാദ രൂപത്തിൽ, അകത്താര് പുറത്താര് കാളിദാസൻ, രണ്ടായാലും അങ്ങനെ ചോദിച്ച് മരണത്തിലൂടെ അവൻ മൗനത്തിലെത്തും. മൗനത്തിലെത്തി കഴിയുമ്പോൾ അവന് ഉത്തരം കിട്ടുന്നത് താപമാണ് അവസ്ഥാ വ്യതിയാനങ്ങളുടെ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ഒരു ഐഡന്റിറ്റി കൊടുത്താൽ ഐസ് മരിച്ച് വെള്ളം ജനിക്കും. വെള്ളത്തിനൊരു ഐഡന്റിറ്റി കൊടുത്താൽ വെള്ളം മരിച്ചിട്ട് നീരാവി ജനിക്കും. നീരാവിക്ക് ഒരു ഐഡന്റിറ്റി കൊടുത്താൽ നീരാവിയിൽ നിന്ന് താപം മാറ്റിയാൽ നീരാവി മരിക്കും, വീണ്ടും വെള്ളം ജനിക്കും. വീണ്ടും വെള്ളത്തിൽ നിന്ന് താപം മാറ്റിയാൽ ഐസ് കെട്ടുണ്ടാവും, ട്രാൻസ്ഫർ ഓഫ് എനർജി. അപ്പൊ ആരാ ഇതിന്റെ മീഡിയം? അഗ്നി. അതാണ് ഉപനിഷത്തിൽ പറയുന്നത്, കുഞ്ഞെ നീ അഗ്നിയെ ഉപാസിക്കൂ, അഗ്നിയാണ് എന്റെ രഹസ്യം. അങ്ങനെയാണ് മരണ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇതല്ലേ ആധുനിക ശാസ്ത്രം പറയുന്നത്. താങ്കളുടെ ശരീരത്തിന്റെ ഈ ബോധത്തിന്റെ നിലനിൽപ്പ് 37.3 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. 1 ഡിഗ്രി കൂടിയാൽ പറയും ഇന്ന് ഞാൻ ഇത്തിരി റെസ്റ്റ് എടുക്കട്ടെ. ശരീരം പറയാൻ എന്നെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. 2-3 ഡിഗ്രി കൂടിയാൽ കിഴിഞ്ഞ് പിച്ചും പേയും പറയാൻ തുടങ്ങും. അതുപോലെ ഇത് തലച്ചോറ് പനി പിടിച്ചു, പനി അധികരിച്ചു, ഇതേ പിച്ചും പേയും പറയുന്നു. ഈ പിച്ചും പേയും അല്ല, സത്യത്തിൽ ഇത് നമ്മൾ ഡിഫറെന്റ് ഡയമെൻഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഭ്രാന്ത്. കാരണം രോഗത്തിൽ വരുന്നത് ഭ്രാന്താണ്. അപ്പോഴെല്ലാരും പറയാറുണ്ട് പനി പിടിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ വളരെ വിചിത്രമായിട്ടുള്ള മാനങ്ങളിലുള്ള സ്വപ്നങ്ങളാണെന്ന് പറയാം. സ്വപ്നമല്ല, ഡിഫറെന്റ് ഡയമെൻഷൻസ് റിയാലിറ്റിയാണ്. അപ്പോ അതേപോലെ 1 ഡിഗ്രിയോ 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ ടെമ്പറേച്ചർ താഴ്ന്നാലും ഇതേ അനുഭവം ഉണ്ടാവും. അപ്പൊ അഗ്നിയാണ് ബോധത്തെ നിയന്ത്രിക്കുന്നത്, താപം. അപ്പൊ ബോധപൂർവം താപത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് തപസ്. അപ്പൊ ഈ തപസ് ചെയ്യുക, രഹസ്യത്തെ അല്ലെങ്കിൽ ഈ തന്മാത്രാ വ്യതിയാനത്തെ കണ്ടെത്തുക, ഇതാണ് ഭാരതം അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്. ഇത് മുക്തിക്ക് വേണ്ടി ആ തലത്തിലേക്കും പോകാം, ആരോഗ്യത്തോടെ ജീവിക്കാനും ഈ വ്യതിയാനം പഠിച്ചാൽ മതി. ഇപ്പൊ എൻ്റെ ദേഹത്തൊരു ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാൻ. എന്തിനാ? അത് പറഞ്ഞ കാര്യമുണ്ട്. അതും ഒറ്റ ഇത് കുടിക്കുകയല്ല, ഒരു മഗ്ഗിൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, കുറേശ്ശെ 1 മിനിറ്റ് നേരം കുടിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനാ പറഞ്ഞതെന്നറിയാം? ഈ വൈറസ് ഒരു ടെമ്പറേച്ചർ ഇച്ചിരി ഒന്ന് മാറിയാൽ ചത്തു. ഇത് കൂടുതലും വെയിറ്റ് വന്ന് ഹോൾഡ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പൊ ഇത് വെയിറ്റ് ചെയ്യും. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നേരെ ശ്വാസകോശത്തിൽ കയറും. ശ്വാസകോശത്തിൽ പോയി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ശ്വാസകോശത്തിന്റെ ലോവർ ഏരിയയിലെ കഫത്തെ അങ്ങ് ഇറുക്കിക്കളയും. അങ്ങനെ ശ്വാസം മുട്ടിയാണ് കോവിഡിലെ ആൾക്കാർ മരിച്ചത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് നിങ്ങൾ ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ കുറച്ച് സമയം വെള്ളം കുടിച്ച് 1 മിനിറ്റ് വരെ തുടർച്ചയായി വെള്ളം കുടിക്കുമ്പോൾ ടെമ്പറേച്ചർ, തൊണ്ടയിലെ ടെമ്പറേച്ചർ മാറും. ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്ന പോലെ. ഈ ടെമ്പറേച്ചർ 1 ഡിഗ്രി മാറുമ്പോൾ ഈ അവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വൈറസ് ചത്തുപോകും. അപ്പൊ അവിടെയും താപത്തെ വെള്ളം കൊണ്ടും കൂട്ടാം, പ്രാണനെ ബലപ്പിച്ചും കൂട്ടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ അഗ്നി വർദ്ധിക്കും. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ മനസ്സ്. അതിനെ ശരീരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഇതിന് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു രോഗാണു ശരീരത്തിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ശ്രമിക്കുമ്പോൾ ഞാൻ വെറുതെ വന്നിരുന്ന അല്പസമയം ശ്വാസം പിടിച്ച് നിർത്തി മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ
ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടുകയോ കുറയുകയോ അതെൻ്റെ ഹിന്ദുമാർഗമോ മാർഗം അനുസരിച്ച് ടെമ്പറേച്ചർ മാറുമ്പോൾ ഈ സൂക്ഷ്മാണു ചത്തുപോകും. അപ്പോൾ ഇതും പ്രതിരോധ ശേഷിയായിട്ട് മനസ്സിനെ ഉപയോഗിക്കാം. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് മൈൻഡ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ മെഡിസിൻ. എന്നാൽ ഈ മനസ്സിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നിരോധിച്ച് ചിത്തവൃത്തി നിരോധ യോഗ, അതിനെ പൂർണ്ണമായും നിരോധിച്ചാൽ നമുക്ക് അതിൻ്റെ അടുത്ത തലങ്ങളിലേക്ക് വളരെ സൗമ്യമായി വളരെ സുരക്ഷിതമായി സഞ്ചരിക്കാവുന്നതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിയുന്നതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുക. അപ്പൊ എന്നാൽ ഈ ആധുനിക ശാസ്ത്രം യഥാർത്ഥത്തിൽ ഈ എല്ലാവരെയും രോഗികളായിട്ട് കാണുന്ന ഒരു സമ്പ്രദായമുണ്ട്. എല്ലാവരും രോഗികളാണ്. ഇപ്പോൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് പോലീസുകാർ വാദിയെയും പ്രതിയെയും ഒരേ കണ്ണോടി നോക്കുമെന്ന് പറയും, സംശയത്തിന്റെ ഇതിൽ. അപ്പൊ കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു സംഗതി ഉണ്ട്. അതേപോലെ ഇന്ന് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ രോഗിയാണെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് അവർ സംസാരിക്കുന്നതും ഇതാക്കുന്നതും. അപ്പോൾ സാധാരണയായിട്ട് പറയാറുണ്ട് ഈ അയാട്രോജനിക് ഡിസീസസ് എന്ന് പറയുന്നത് വിഷജന്യ രോഗങ്ങൾ. ഒരു അസുഖമായിട്ട് നമ്മൾ പോകുന്നു, 9 അസുഖമായിട്ട് നമ്മൾ തിരിച്ചു വരുമെന്ന് പറയുന്നു. അപ്പോൾ ഈ രോഗം ആരോപിക്കപ്പെടുകയാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കാരണം അതിനാണ് നമുക്കിപ്പോൾ പറയും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ഹോർഡിങ്ങുകളാണ്. നിങ്ങൾക്ക് ചെറുതായിട്ട് ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇത് വരുന്നെങ്കിൽ 24/7 ഡോക്ടർ, എന്നിട്ട് അവരതിനെ വിളിക്കുന്ന സേവനം എന്നാണ് വിളിക്കുന്നത്. ഭയങ്കരമായ പൈസ വാങ്ങിച്ചിട്ട് അവർ പറയുന്ന പേര് സേവനം എന്നാണ്. അതുപോലെ നിങ്ങളുടെ BP അവരൊരു സ്പെസിഫിക് ആയിട്ട് ആക്കി വയ്ക്കുന്നു. ഡയബറ്റിക് അതിപ്പോൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സാധനത്തിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ മനുഷ്യനെ മൊത്തത്തിൽ ശരീരം മൊത്തത്തിൽ ഒരു രോഗത്തിന്റെ ഫീൽഡായിട്ട് അല്ലെങ്കിൽ ബാറ്റിൽ ഫീൽഡ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ ജേംസ് വരുന്നു, അവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒരു യുദ്ധക്കളം ആക്കി മാറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹീൽ എന്നുള്ളൊരു പദം അങ്ങിപ്പോൾ പറഞ്ഞു, മനോജന്യങ്ങളാണ്. പല രോഗങ്ങളും മനോജന്യങ്ങളാണ്. അപ്പോൾ അത് തന്നെ ആഗന്തുകങ്ങളുണ്ട്, നിജമായിട്ടുള്ള രോഗങ്ങളുണ്ട്. അപ്പോൾ ഈ രോഗങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെയാണ് ഹീൽ ചെയ്യാൻ പറ്റുക? അങ്ങ് പറഞ്ഞ ഈ താപശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹീൽ ചെയ്യേണ്ട ആ ഒരു മെത്തേഡ്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യക്ഷമായ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഒരു മോഡേൺ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും വല്ലാത്ത സഫോക്കേഷനാണ്. അവിടുത്തെ ഈ കുറേ ഗന്ധങ്ങളും അതും ഇതുവരെ. അതേസമയം ഒരു ആയുർവേദ ആശുപത്രിയിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഇനി അതിനേക്കാൾ മറ്റൊരു ഈ ഹീലിംഗ് സെന്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാതെ നമ്മളങ്ങ് ചാർജ് ആവുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴും നമുക്ക് വല്ലാത്തൊരു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്? അപ്പോൾ അവിടെ ഹീലിംഗ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യങ്ങളിൽ 50% തെറ്റാണ്. ഇത് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ബൗദ്ധികമായി നാം ശേഖരിച്ചു വച്ചിരിക്കുന്ന അബദ്ധങ്ങളുടെ ബഹിർഗമനമാണ് ഇതിൽ 50%. അല്ല, നമ്മുടെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്, നിലനിൽക്കുന്ന കാര്യം, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നമ്മളെല്ലാം അങ്ങനെ. അപ്പൊ ഇതിന് മറുപടി സത്യത്തിൽ ആവശ്യമില്ല. ചോദ്യത്തെ കറക്റ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സ്വസ്ഥത വന്നു. ഇവിടെ വരുന്ന 10 പേരിൽ 2 പേര് അസ്വസ്ഥരാകുകയാണ് ചെയ്യുന്നത് അന്തരീക്ഷം കാണുമ്പോൾ. അതെന്താ? അവരുടെ മനോനില ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല. സോ ഇറ്റ്സ് പേഴ്സണൽ. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 50% ആ ചോദ്യം തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. താങ്കളുടെ മനോനില ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അതിനോടൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ സ്വസ്ഥം. ഇനി അതുപോലെ എനിക്കറിയാവുന്ന കുറെ കൂട്ടുകാരും ഉണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ചില അംഗങ്ങളും ഉണ്ട്. അവർക്കൊരു അസുഖം വന്നാൽ അവർ ആദ്യം പോകുന്നത് ആശുപത്രിയിലാണ്. ദാറ്റ് എൻവയോൺമെന്റ് വിൽ മേക്ക് ദം ഹാപ്പി, കോൺഫിഡന്റ്. അതപ്പോ അവരെ സംബന്ധിച്ച് അത് ശരിയല്ല. അല്ല, അത് ശരിയാ. അങ്ങ് പറഞ്ഞ ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി. ഞാൻ ചോദ്യം പറഞ്ഞപ്പോഴത്തേക്ക്, അതായത് ഇപ്പൊ പലരും പറയാറുണ്ട്, ഇപ്പൊ നല്ല ഡോക്ടർ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്. കാരണം എത്ര സ്ഥലത്ത് കുഴൽ വെച്ച് നോക്കി, നാടൻ ഭാഷയിലാണ്, എത്ര സ്ഥലത്താണ് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി, എത്ര മരുന്ന് തന്നു. അയ്യോ, അങ്ങനത്തെ പോയിട്ട് കാര്യമില്ല. ചെറിയ എന്തോ ഒരു ഗുളിക തന്നിട്ട് എന്നെ നോക്കിയത് പോലും ഇല്ല എന്ന് ഈ അമ്മച്ചിമാര് പറയാറ്. അപ്പൊ അതാണ് സാധനം. ഓക്കെ. പക്ഷേ ചിലർക്ക് ലളിതമായ മരുന്ന് കൊടുക്കുന്നവനെ കുറിച്ച് നല്ലൊരു അപ്രീസിയേഷൻ, അയാൾ ആവശ്യത്തിന് മരുന്ന് ഇപ്പൊ പറഞ്ഞു തുടങ്ങി. ചിലര് പുള്ളിയൊന്നും ചെയ്യില്ല, പുള്ളി വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ, കൂടുതൽ മരുന്ന് കിട്ടുന്ന. ഇതൊക്കെ ആരോപണങ്ങളാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, ആരോപിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഒന്നിനെയും തള്ളുകയും വേണ്ട, കൊള്ളുകയും വേണ്ട. കാരണം ഈ നേരത്തെ പറഞ്ഞത്, ഞാൻ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിന്ന് പറഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവിടെ നിലനിൽക്കുന്നില്ലല്ലോ, മായല്ലേ. ഇവിടെ ആ പ്രശ്നം. അപ്പൊ പ്രകൃതിയിൽ ഓരോ മാറ്റങ്ങൾ നടക്കുന്നത് അതിനെ ആ മാറ്റങ്ങളായി അംഗീകരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പൊ ഓരോ വ്യക്തിയുടെയും മനസ്സ് മാറിയാൽ മതി, അപ്പോൾ ബാഹ്യ പ്രപഞ്ചം മാറും. അല്ലാതെ നമ്മൾ രണ്ടുപേരും കൂടെ വിചാരിച്ചാൽ
മറ്റൊരാളിനെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല. ഇല്ല. ഇപ്പൊ നമ്മൾ പരസ്പരം വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. ഇല്ല. സമ്മതിക്കാം, മാറ്റം വരുന്നത് അവനവന്റെ തന്നെ ചിന്താ തലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരെയും നമുക്ക് അംഗീകരിക്കുകയോ അധിക്ഷേപിക്കുകയോ വിമർശിക്കുകയോ വേണ്ട, അതിന്റെ ആവശ്യമില്ല. പിന്നെ ആവശ്യക്കാർ കൂടുമ്പോൾ പ്രൊവൈഡേഴ്സും കൂടില്ല. ഇപ്പൊ നാം ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ഒരു 150 കൊല്ലം 100-150 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു ഉടുപ്പുണ്ടായിരുന്നു? ഇങ്ങനെ ഈ ഉടുപ്പ് വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു? ഇല്ല. കാരണം അന്നതിന്റെ ആവശ്യക്കാരില്ല. കൂടുതലും മേൽവസ്ത്രം ആരും ധരിക്കില്ലായിരുന്നു. പിന്നെ മേൽവസ്ത്രം ധരിച്ചാൽ തന്നെ ഒരു തോർത്താണ്. അപ്പൊ പിന്നെ സ്റ്റിച്ചിങ്ങിന് ആള് വേണ്ടായിരുന്നു, ഇല്ലായിരുന്നു. എന്നാൽ ക്രമേണ അതിന്റെ ആവശ്യക്കാർ കൂടിയപ്പോ ഇപ്പൊ എത്ര ടൈലേഴ്സ് ഉണ്ട്, എത്ര കടകളുണ്ട്. നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ ആശുപത്രികൾ ഉയർന്നു വരുന്നത് ആവശ്യക്കാർ കൂടുന്നത് കൊണ്ടാണ്, അല്ലേ? അപ്പൊ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? പറയേണ്ട കാര്യമില്ല. നമുക്ക് പോലും പെട്ടെന്നൊരു ചെസ്റ്റ് കൺജഷൻ ഇപ്പൊ വന്നാൽ എവിടെ കൊണ്ടുപോകും? ആയുർവേദ ആശുപത്രി കൊണ്ടുപോകും, അലോപ്പതി ആശുപത്രി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ ആ സിസ്റ്റത്തിനല്ല, അവരതിനെ പ്രൊപ്പഗൻഡയാണ് ഞാൻ സംസാരിച്ചത്. കാരണം റോഡ് സൈഡിലെല്ലാം എഴുതി വെച്ചിട്ട് കാണുമ്പോൾ ആളുകൾ പാനിക്കാവും. ഇല്ല, അതാണ് ഒരു പ്രശ്നം. അതും പ്രശ്നമല്ലത്. കാണുമ്പോൾ നാം ആണ് ഒരു കാര്യത്തെ തള്ളുകയോ കൊള്ളുകയോ. ഇപ്പൊ താങ്കൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിന്തിക്കുന്നത്, ഇപ്പൊ ഈ സംസാരത്തിന് തോന്നിയത് പുതിയൊരു തട്ടിപ്പ് എന്ന് ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ ഞാൻ അധിക്ഷേപിക്കാൻ പറയല്ല, ഞാനിത് കണ്ടാൽ സത്യത്തിൽ ചിന്തിക്കുന്നത് ഇവൻ എന്തുമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. കാരണം ഞാനൊരു ഇൻവെസ്റ്ററാണ്. അപ്പൊ ഇവനത് ചെയ്യാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ്? അവൻ അത്രയും ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തി. ഹി ഹാസ് ടു ഫേസ് ദ കോൺസിക്വൻസസ്. അപ്പോൾ ആ സംവിധാനത്തെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അവൻ എന്തുമാത്രം എക്സ്പേർട്സിനെ അവിടെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് എനിക്കൊരു ഹാർട്ട് കൺജഷൻ വന്നു. ഞാൻ എന്തായാലും എൻ്റെ ആയുർവേദ ഡോക്ടർക്ക് പറയൂ, ഇപ്പൊ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ പോണത് എവിടെ ആയിരിക്കും? ഈ ബോർഡുള്ളിടത്താണ്. കാരണം മനസ്സിനപ്പുറത്തേക്ക് പോകാൻ ഇപ്പോൾ സാധാരണ മനസ്സിനപ്പുറത്തേക്ക് പോകാൻ മെഷീനിന് കഴിയും. അപ്പോൾ എൻ്റെ നെഞ്ചുവേദന എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും ഒരു ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ആ ക്യാമറ ഉള്ളിൽ പോയിട്ട് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. പണ്ട് ഇവിടെ ഈ ലൈഫ് സ്പാൻ കുറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? പല ആൾക്കാർക്കും 60 ആഘോഷിക്കുമായിരുന്നു, ഷഷ്ടി ആഘോഷിക്കും. കാരണം 60 തയ്ക്കുന്നത് വളരെ അപൂർവമായിരുന്നു. ഇന്ന് 60-ലാണ് ആൾക്കാർ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത്. സോ ആ ലൈഫ് സ്പാൻ കൂടിയത് എങ്ങനെയാണ്? ഈ ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയാണ് ഇന്ന് പ്രായത്തെ ഒരു പരിധിവരെ അതിലംഘിക്കാൻ മനുഷ്യന് അവസരം നൽകിയത്. അപ്പൊ അതിന്റെ നല്ല വശത്തെ എടുത്ത് സ്വയം പ്രതിരോധിക്കാൻ പഠിച്ചാൽ ഇതൊരു ഗിഫ്റ്റാണ്. എന്നാൽ ക്വിക്ക് ഫിക്സിന് ഇതെല്ലാം കൊള്ളാം. എന്നാൽ എനിക്കൊരു ഹാർട്ട് പ്രശ്നം വന്നു, കൃത്യമായിട്ട് മൈക്രോസ്കോപ്പിക് അനാലിസിസ് നടത്തിയിട്ട് എനിക്കൊരു ലാബ് റിപ്പോർട്ട് കിട്ടി. എൻ്റെ കൊളസ്ട്രോൾ ഇത്ര, അതിത്ര, ഇതിത്ര. പിന്നീട് എനിക്കിത് അന്ധമായി ഞാൻ ഡോക്ടറെ വിശ്വസിക്കേണ്ടി വരുന്നത് എന്താണ്? എനിക്ക് എന്നെ കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്. എനിക്ക് അറിവുണ്ടെങ്കിൽ ഡോക്ടർ നല്ലൊരു നിർദ്ദേശമാണ് തരുന്നത്. അത് തള്ളണോ കൊള്ളണോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അറിവില്ലെങ്കിൽ ഐ എം എ സ്ലേവ്. പുള്ളി എന്ത് പറയുന്നു അതനുസരിക്കുക. ഇവിടെയാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. നാം അവബോധം എന്ന വാക്കിന്റെ അർത്ഥം അവനവനെ കുറിച്ചുള്ള ബോധം. അവബോധമുള്ളവരായാൽ ബാഹ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അനാവശ്യത്തിന് നമ്മൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ ഒരു ഹാർട്ട് സർജറിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്രെയിൻ സർജറിയോ കഴിഞ്ഞ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡോക്ടർക്കിന്റെ അറിവിന്റെ പരിമിതി നിങ്ങൾ എത്ര കാലം മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കഴിക്കണം, അത് അദ്ദേഹത്തിന്റെ അറിവിന്റെ പരിമിതിയാണ്. അവിടെ വച്ചിട്ട് എനിക്ക് നേരെ ആയുർവേദത്തിലോ യോഗയിലേക്കോ വരാം. വന്നിട്ട് ആ അപകട ഘട്ടം കഴിഞ്ഞു സ്വയം പ്രതിരോധ ശേഷിയെ വളർത്തി ആ മരുന്നിൽ മേനുള്ള എൻ്റെ ആ ഒരു അടിമത്തം എനിക്ക് ഭാവിയിൽ ഒഴിവാക്കാം. അപ്പൊ അങ്ങനെ പൗരാണികവും ആധുനികവുമായ ശാസ്ത്രത്തെ ബോധത്തോടുകൂടി നാം സ്വാംശീകരിക്കാൻ ശ്രമിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. അപ്പൊ ഇവിടെ നമ്മൾ ആരെയും അമിതമായി ആശ്രയിക്കുന്നുമില്ല, അമിതമായി നിഷേധിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ആധുനിക ലോകം സാധാരണ മനുഷ്യരെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അതാണ് പറഞ്ഞു വന്നത്. ആ ഹൈജാക്ക് ചെയ്ത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം വീക്കായതുകൊണ്ടാണ്.